ചൂരൽമല ഒരു വാഗ്ദത്ത ഭൂമിയായിരുന്നു. മലനിരകൾ, കരിമ്പാറ കൂട്ടങ്ങൾ, തെളിനീര്, പുൽമേടുകളും താഴ്വരകളും നിറഞ്ഞ ഗ്രാമങ്ങൾ. പ്രകൃതിസുന്ദരമായ ഈ പ്രദേശത്ത് ഭിന്നിപ്പുകളില്ലാതെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു പറ്റം ജനങ്ങൾ പാർത്തിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ. ജൂലൈ 30 പുലർച്ചെയോടെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തിന്റെ ആകെ സന്തോഷവും പ്രതീക്ഷകളും പോയി മറഞ്ഞു. നിർത്താതെ പെയ്ത മഴയിൽ ചിതറിപ്പോയ ഇവിടുത്തുകാർക്ക് ഇന്ന് പറയാനുള്ളത് നോവിൻ്റെ, നഷ്ടപ്പെടലിൻ്റെ കണ്ണീരുപ്പ് കലർന്ന വാക്കുകൾ മാത്രം. തോരാമഴയും മലവെള്ളവും ഇവർക്ക് നൽകിയത് തീരാവേദന മാത്രമാണ്. പ്രാണൻ പിടഞ്ഞ് ഓടിയെത്തിയവരെ ചേർത്തു നിർത്താൻ എല്ലാ ദുരിതങ്ങൾക്കിടയിലും ഒരിടമുണ്ടായിരുന്നു. ഉരുൾ വിഴുങ്ങിയ കറുത്ത ദിനത്തെയും അതിജീവിച്ച പരിശുദ്ധയിടം, ചൂരൽമല സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയം. ഉറ്റവരെ നഷ്ടപ്പെട്ട്, തണലൊരുക്കിയ വീട് നഷ്ടപ്പെട്ട്, മനമിടറി ഓടിയണഞ്ഞവർക്ക് ആശ്രയവും അഭയവുമായത് ഈ പള്ളി അങ്കണമാണ്. മാറോട് ചേർന്നവരെ ചേർത്തു നിർത്തി ഇടവക വികാരി ഫാദർ ജിബിൻ വട്ടുകുളത്തിൻ്റെ നേതൃത്വത്തിലുള്ള ദൈവജനം. മഴക്കാലത്തെ മറ്റേതൊരു ദിവസത്തെയും പോലെയായിരുന്നു തലേന്ന് വരെയെന്ന് ഫാദർ ജിബിൻ പറയുന്നു. എന്നാൽ ഒരു പകൽ പിന്നിട്ടപ്പോഴേക്കും സ്ഥിതി മാറി. 2 ദിവസം മുമ്പ് വരെയുണ്ടായ ശാന്തത വലിയൊരു രൗദ്രതയ്ക്ക് മുന്നോടിയാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അന്നത്തെ ദിവസം ജൂലൈ 30 വെളുപ്പിനാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത്. അതിന് തലേദിവസമാണെങ്കിലും ഞായറാഴ്ച ഉച്ചവരെ വലിയ മഴയൊന്നും ഇല്ലായിരുന്നു, 28. പക്ഷേ ഉച്ച കഴിഞ്ഞാണ് മഴ ആരംഭിക്കുന്നത്. 28 ആരംഭിച്ച മഴ അന്ന് രാത്രി മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആണെങ്കിലും റോഡും പരിസരവും എല്ലാം വലിയ വെള്ളത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വലിയൊരു മഴ, അന്ന് തന്നെ ചെറിയൊരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. തിങ്കളാഴ്ച ദിവസമാണെങ്കിലും രാവിലെ ഫയർഫോഴ്സൊക്കെ വന്നു കാര്യമൊക്കെ നോക്കി. എന്നാലും അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് ശാന്തമായി. വൈകുന്നേരം പുഴ വീണ്ടും പഴയ പോലെ സാധാരണ രീതിയിൽ ഒഴുകാനായിട്ട് തുടങ്ങി. വൈകുന്നേരമാണെങ്കിലും സ്കൂൾ വിട്ട് വന്നപ്പോൾ ഞാൻ ഈ പാടി അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടിയ ഭാഗത്തൊക്കെ വീടുകളൊക്കെ സന്ദർശിക്കുകയും എല്ലാവരെയും കാണുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ പലരും വീടുകളിൽ നിന്ന് മാറി താമസിക്കുകയൊക്കെ ചെയ്തു, പുഴ സൈഡിലുണ്ടായിരുന്നവരൊക്കെ. പക്ഷേ മാറി താമസിച്ചവരെവിടേക്കാണ് മാറി താമസിച്ചത്, അവിടെ നിന്നും അവരെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ടൗണിൽ വെച്ചാണെങ്കിൽ തലേദിവസമൊക്കെ ഞങ്ങൾ സംസാരിച്ചു, ഈ പാലമൊക്കെ ഒരു മഴ പെയ്ത് അതിൻ്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകി പോകും, പാലം നഷ്ടപ്പെടുകയില്ല, അല്ലെങ്കിൽ ഇനി അങ്ങനെ കുറേ സംസാരങ്ങൾ ഞങ്ങൾ ടൗണിൽ വെച്ച് സംസാരിക്കുകയും എവിടെ നോക്കിയാലും ഉറവയായിരുന്നു തലേദിവസമൊക്കെ കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയത്. അപ്പോൾ തന്നെ എല്ലാവർക്കും വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇത്രമാത്രം വലിയൊരു ദുരന്തം പിറ്റേ ദിവസം സംഭവിക്കും എന്നുള്ള കാര്യം ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. പിന്നെയാണെങ്കിലും അന്ന് രാത്രി, ഈ 29 രാത്രിയാണെങ്കിലും കുറേ പേരൊന്നും ഉറങ്ങിയിട്ടില്ല. 12 മണി വരെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ എന്നാലും 1 മണി വരെയൊക്കെ അവർ പിടിച്ചിരുന്നു. പിന്നെ പതുക്കെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോഴാണ് 1:30 ആയപ്പോഴേക്കുമാണ് ഈ വലിയ സംഭവം, ഉരുൾപൊട്ടൽ. അതെല്ലാം വളരെ സെക്കൻഡുകൾ കൊണ്ട് അങ്ങ് കടന്നുപോയി. ഒരു പ്രാവശ്യം കടന്നുപോയെങ്കിലും കുറേ പേര് ആ അവസരത്തിലാണ് രക്ഷപ്പെട്ടത്. പലരുടെയും വീട് നഷ്ടപ്പെട്ടു, എന്നാൽ പോലും ജീവൻ രക്ഷപ്പെടുത്തുവാനായിട്ട് അവർക്ക് സാധിച്ചു. പിന്നെ ഒരു 3:30 മണിക്ക് ശേഷമാണ് രണ്ടാമത്തെ പൊട്ടലൊക്കെ വരുന്നത്. അതാണ് വലിയൊരു പൊട്ടലായിട്ട് വരികയും അതാണ് കുറേ മറ്റനേകം പേരെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ആ രാത്രിയുടെ ആ യാമങ്ങൾ, പ്രത്യേകിച്ച് 30 വെളുപ്പിനുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോഴും അതെല്ലാം ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ്. ചുറ്റുമുയരുന്ന നിലവിളി ശബ്ദങ്ങൾക്കിടയിലേക്ക് രക്ഷാദൗത്യവുമായി ആദ്യം ഓടിയെത്തിയത് ജീപ്പ് ഡ്രൈവർമാരാണ്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും. അപ്പോഴേക്കും പള്ളിയും ഹാളുമെല്ലാം ജീവൻ മാത്രം ബാക്കിയായവരെ കൊണ്ട് നിറഞ്ഞിരുന്നു. പിന്നീട് 1 മാസത്തോളം മനമിടറിയവർക്ക് സാന്ത്വനമായും സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപന കേന്ദ്രമായും പ്രവർത്തിച്ചത് ചൂരൽമല പള്ളിയാണ്. ആദ്യം ഇവിടേക്ക് ഓടിയെത്തിയത് നമ്മുടെ 900 കണ്ടിയിൽ ഓടുന്ന ജീപ്പുകാരും അവരുടെ ഡ്രൈവേഴ്സും ഒക്കെയാണ്. പിന്നെ ഫയർഫോഴ്സ് എത്തി, പോലീസുകാരെത്തി. അങ്ങനെ ആ സമയത്ത് തന്നെ എല്ലാ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തകർ ഓടിയെത്തിയിരുന്നു. അപ്പോൾ തന്നെ നമ്മളും ഈ പള്ളിയുടെ പാരിഷോളും എല്ലാം തുറന്നു കൊടുത്തു. അപ്പോൾ കടന്നു വരുന്നവരെ, രക്ഷിച്ചുകൊണ്ട് വരുന്നവരെല്ലാം നമ്മൾ ഈ പള്ളിയിലേക്കും പാരിഷോളിലേക്കുമാണ് അക്കോമഡേറ്റ് ചെയ്യുകയും അവർക്ക് ആദ്യത്തെ ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള വേദിയായിട്ട് നമ്മളിത് മാറ്റുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, അന്ന് പ്രഭാതത്തിൽ 3 മണിക്ക് നമ്മൾ തുറന്നിട്ട നമ്മുടെ ഗേറ്റും പള്ളിയും പരിസരവും എല്ലാം നമ്മൾ 1 മാസത്തോളം അടച്ചു പോലുമില്ല. കാരണം ആദ്യ ദിവസങ്ങളിൽ ഈ അഫക്റ്റായിട്ടുള്ളവർക്കാണ് അഭയം നമ്മൾ നൽകിയത്. അവരെല്ലാവരും ഇവിടേക്കാണ് കൊണ്ടുവന്നത്. ഇവിടെ നിന്നുമാണ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നാനാജാതി മതസ്ഥർ, ജാതി മതഭേദമന്യേ എല്ലാവരും ഈ ദേവാലയത്തിലാണ്.
ആ സമയത്ത് ഇവിടെയൊന്നും കറണ്ടും ഇല്ല. പ്രത്യേകിച്ച് പലരുടെയും മൊബൈൽ ഫോണൊക്കെ ചാർജ് തീർന്നു പോയി. അപ്പോൾ അവരുടെ ബന്ധുക്കൾ വിളിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ചാർജ് ചെയ്യാനോ ഒരു സൗകര്യമില്ല. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ഇൻവേർട്ടർ ഉണ്ടായതുകൊണ്ട് പള്ളിയിൽ നിന്നുള്ള ആ ഒരു സൗകര്യമൊക്കെയാണ് അവരെല്ലാവരും ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. എല്ലാവരും ഈ പള്ളിയിൽ തന്നെയാണ് കടന്നത്. നമ്മളിവിടെ ആണെങ്കിൽ ഭക്ഷണം അവർക്ക് വേണ്ടി ക്രമീകരിച്ചു. പല സന്നദ്ധ പ്രവർത്തകരും അവർക്ക് വേണ്ടി ഭക്ഷണമൊക്കെ കൊണ്ടുവരികയും അങ്ങനെ വൈകുന്നേരം വരെ അവർ ഇവിടെ തന്നെയായിരുന്നു. ഉച്ചഭക്ഷണം നമ്മൾ അവർക്ക് നൽകി. അതിനുശേഷമാണ് മേപ്പാടിയിലെ സ്കൂളിൽ ക്യാമ്പ് തയ്യാറാവുകയും അവിടേക്ക് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തത്. നമുക്കറിയാം, ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം അന്ന് മുതൽ നമ്മുടെ പള്ളി എല്ലാവർക്കും ഒരു അഭയകേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് ഈ അന്നത്തെ ദിവസം എല്ലാവരും കടന്നു വന്നുവെങ്കിലും പിറ്റേ ദിവസം മുതൽ ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം നമ്മുടെ പോലീസുകാരും പട്ടാളക്കാരുമായിരുന്നു. അവർ വിശ്രമിക്കുവാനും അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടെല്ലാം ഈ പള്ളിയും പരീക്ഷകളും എല്ലാം നമ്മൾ വിട്ടുകൊടുത്തിരുന്നു. അങ്ങനെ ഒരു മാസത്തോളം അവർക്ക് വേണ്ടി നമ്മളെല്ലാം ക്രമീകരിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മളിതൊരു അഭയകേന്ദ്രം തന്നെയായിട്ടാണ് ഇപ്പോഴും മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പാരീഷുകളാണെങ്കിലും ഏത് ആവശ്യങ്ങൾക്കാണെങ്കിലും നമ്മൾ അവർക്കെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഒരുമയുടെ ഓണക്കാലത്ത് സാഹോദര്യം പങ്കുവെച്ച് സൗഹൃദം ഊട്ടിയുറപ്പിച്ച് വേദനകൾ മറന്ന് ഒന്നിച്ചുണ്ണാൻ വേദിയൊരുക്കിയതും ഈ ദേവാലയമുറ്റമാണ്. മാനന്തവാടി രൂപതയുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെയും സഹായത്തോടെയും ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ഇന്നും നിലകൊള്ളുന്നു ഇവിടം. ഓണം ആഘോഷിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാവരെയും നമ്മൾ വിളിച്ചു കൂട്ടി. അതിന് മറ്റൊരാളാണ് സ്പോൺസർ ചെയ്തെങ്കിലും അതിനുള്ള വേദി നമ്മളാണ് ഒരുക്കിയത്. ഭക്ഷണം ഒരുക്കിയതെല്ലാം നമ്മുടെ ഇടവക്കാർ തന്നെയാണ്. രാത്രി എല്ലാവരും കടന്നു വന്ന് അത് ഇടവക്കാർ മാത്രമല്ല മറ്റു മതസ്ഥരും എല്ലാവരും കടന്നു വന്ന് ഒരുമിച്ചുള്ള ഒരു ഓണസദ്യയാണ് എല്ലാവർക്കും നമ്മൾ നൽകിയത്. ഏകദേശം 650ഓളം പേർക്ക് നമുക്ക് അന്ന് ഈ ഒരു ഓണവിരുന്ന് കൊടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണെങ്കിലും മറ്റു രീതിയിൽ സാമ്പത്തികമായിട്ട് പലരും നമ്മെ നേരിട്ട് സമീപിക്കുമ്പോൾ നമ്മൾ ജാതിമത ഭേദമന്യേ അർഹതപ്പെട്ടവരോട് അവരെല്ലാം അവർക്കെല്ലാം ചെറിയ തോതിൽ സാമ്പത്തിക സഹായങ്ങൾ ഈ അവസരത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റ് പല സംഘടനകളും കിറ്റുകളൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോഴും അതും നമ്മൾ എല്ലാവർക്കുമായിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ രൂപതയുടെ ഭാഗത്തു നിന്നുമാണെങ്കിൽ WSS അങ്ങനെയുള്ള അവരുടെ നേതൃത്വത്തിലാണെങ്കിലും നമ്മൾ ഒത്തിരിയധികം കിറ്റ് എല്ലാവർക്കും തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം 600ഓളം കുടുംബങ്ങൾക്കായിട്ട് 9500 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രൂപതയുടെ ഭാഗത്തു നിന്നാണെങ്കിലും വലിയൊരു പിന്തുണയാണ് ഇവിടെയുള്ളവർക്കെല്ലാം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയുടെ നേതൃത്വത്തിൽ നമ്മുടെ വീട് നഷ്ടപ്പെട്ടു പോയ 5 വീട്ടുകാർക്ക് 50,000 രൂപയുടെ വില മതിക്കുന്ന ഫർണിച്ചറുകൾ, കട്ടിലായിട്ടും കിടക്ക, ഡൈനിങ് ടേബിൾ, അതിൻ്റെ സെറ്റ്, പിന്നെ നല്ലൊരു അലമാര, അങ്ങനെ ഏകദേശം 5 കുടുംബങ്ങൾക്ക്, വാടക വീട്ടിലേക്ക് മാറിയ കുടുംബങ്ങൾക്ക് അത് നൽകുവാനുമായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും രൂപതയുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട് നഷ്ടമായവർക്ക്, സ്ഥലം പോയവർക്ക് വീടും സ്ഥലവും ഒക്കെ വെച്ച് കൊടുക്കാമെന്നുള്ള രൂപതയുടെ തീരുമാനമുണ്ട്. അതിൻ്റെ കാര്യങ്ങളും ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആളുകളുമായിട്ട് രൂപതാ കേന്ദ്രത്തിൽ നിന്ന് വരികയും സംസാരിക്കുകയും അഭിയുന്ന പിതാക്കന്മാരുമായിട്ട് ആശങ്കകൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വീട് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളത്. ജൂലൈ 28 ഞായറാഴ്ചയിലെ ദിവ്യബലിയിൽ പങ്കെടുത്തവരിൽ പലരും 2 ദിനം പിന്നിട്ടപ്പോഴേക്കും മൺമറഞ്ഞു. 9 ഇടവകാംഗങ്ങളെയാണ് ഉരുൾ കവർന്നത്. നമുക്ക് എല്ലാ ദിവസവും കുർബാന നടക്കുന്ന ഒരു ദേവാലയമാണ് നമ്മുടേത്. പക്ഷേ ഈ ഉരുൾപൊട്ടലുണ്ടായ ആ ഒരു ദിവസം മാത്രമേ നമുക്ക് വിശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റാണ്ടിരുന്നുള്ളൂ. കാരണം വെളുപ്പിന് മുതൽ ഇവിടെ എല്ലാം ആൾക്കാരായിരുന്നു. അന്ന് വൈകുന്നേരം രാത്രിയോളം വരെ ഇവിടെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ഒരു ദിവസം മാത്രമേ വിശുദ്ധ കുർബാന ഇല്ലാണ്ടിരുന്നുള്ളൂ. പിറ്റേ ദിവസം മുതൽ രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. ആൾക്കാർ കുറച്ച് പേരൊക്കെ ഇവിടെ നിന്ന് വരികയും വിശുദ്ധ ബലി പങ്കെടുക്കുകയും ചെയ്തു. പക്ഷേ ഔദ്യോഗികമായിട്ട് വീണ്ടും പള്ളിയിൽ കൂടുതൽ ആൾക്കാർ വന്നത് തുടർന്നുള്ള ഞായറാഴ്ച ദിവസമായിരുന്നു. അന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയധികം പേര് നമുക്ക് മിസ്സിംഗ് ആയിട്ട്, ദേവാലയം കുറച്ച് ശൂന്യമായിരുന്നു. പലരും ഇരുന്ന കസേരകൾ അവിടെ കാലിയായി കണ്ടപ്പോൾ എല്ലാവർക്കും വലിയൊരു വിഷമം തോന്നി. എന്നാൽ പോലും നമ്മൾ അവരെല്ലാം അനുസ്മരിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് 41ാമത്തെ ചരമദിനം വന്നത് സെപ്റ്റംബർ മാസം 8-ാം തീയതി മാതാവിൻ്റെ ജന്മതിരുനാൾ ദിവസമായിരുന്നു. അന്നേ ദിവസമാണെങ്കിലും എല്ലാവരും ബന്ധുമിത്രാദികളടക്കം 350ഓളം പേര് ദേവാലയത്തിലും പരിസരത്തിലുമൊക്കെ ആയിട്ട് വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നു. സെമിത്തേരിയിലെ പ്രത്യേക പ്രാർത്ഥനയിലും അവർക്കുമൊക്കെ എല്ലാ ചടങ്ങുകളും നമ്മൾ നടത്തിയത് ഇവിടെ തന്നെയാണ്. ഇനി എന്ത് എന്ന ചോദ്യമാണ് എല്ലാ മനസ്സിലും. നാളിതുവരെയുള്ള സമ്പാദ്യമെല്ലാം മലവെള്ളമെടുത്തതിൻ്റെ ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല ആരും. സ്വന്തമായൊരു വീട് എന്നതാണ് എല്ലാവരുടെയും സ്വപ്നം.
ഇനി അവർക്ക് പ്രധാനമായിട്ട് അവരുടെയൊക്കെ ചോദ്യം എന്നുള്ളത് ഇനി എന്തെന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ടു, വീടിൻ്റെ ഒരു അംശം പോലും ഇല്ല. അവർ ഇത്രയും നാളും അധ്വാനിച്ചുണ്ടാക്കി എല്ലാം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് സാധിക്കുന്നിടത്തോളം നമ്മളെല്ലാം ചെയ്തു കൊടുക്കും. വീടുകളൊക്കെ നമ്മൾ വാഗ്ദാനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും അത് കിട്ടുന്നോടം വരെ അവർക്കൊരു ആശങ്കയാണ്. വാടക വീട്ടിൽ താമസിക്കുമ്പോഴും സർക്കാർ അവർക്ക് വാടക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്ര കാലം കിട്ടുമെന്നുള്ളതും വലിയൊരു ആശങ്കയാണ്. പിന്നെ അവർക്ക് ഇങ്ങോട്ട് ആക്സസ് കിട്ടത്തക്ക രീതിയിൽ അവർക്ക് വീട് കിട്ടണം എന്നുള്ള ആശയം കൂടി അവർ പങ്കുവച്ചിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ആ കൃഷി എടുത്തുകൊണ്ട് ജീവിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സുവർണ ജൂബിലി നിറവിലാണ് ചൂരൽമല സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. അതിൻ്റെ ആഹ്ലാദത്തിലും ഒരുക്കത്തിലുമായിരുന്നു ഇടവക കുടുംബം ഒന്നാകെ. പക്ഷേ ഉരുളൊഴുകിയെത്തി നാടിനെ ഒന്നാകെ വിഭജിച്ചതോടെ ആ സന്തോഷവും പോയി മറഞ്ഞു. ഇപ്പോൾ ഒന്നു മാത്രമാണ് ആഗ്രഹിക്കുന്നത്: ജൂബിലിയുടെ സമാപന സമയത്തെങ്കിലും എല്ലാവർക്കും സ്വന്തമായൊരു വീട്. ആ മുഖങ്ങളിലും മനസ്സിലുമുള്ള സന്തോഷവും സമാധാനവും. ഇനിയിപ്പോൾ നമ്മുടെ മുൻപിലുള്ള വലിയ പ്ലാനും പദ്ധതികളൊന്നുമില്ല. എന്നാൽ പോലും എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കത്തക്ക രീതിയിൽ നല്ല വീടും അതിനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ, പ്രത്യേകിച്ച് ഈ ജൂബിലിയുടെ സമാപനത്തിലേക്ക് എത്തുമ്പോഴേക്കെങ്കിലും എല്ലാവരും സുരക്ഷിതമായിട്ട് ആയിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കായിട്ടുള്ള ചിന്തയിലുള്ളൂ. നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന ഒരു ജനതയ്ക്ക് കൈത്താങ്ങാണ് ഇന്ന് ഈ ദേവാലയം. ജാതിമത ചിന്തകൾക്കപ്പുറം ഹൃദയം തകർന്ന മനുഷ്യരെ ചേർത്തുപിടിച്ചു ഈ പരിശുദ്ധാലയം. ആശയറ്റവർക്ക് ആലംബമായി നിലകൊള്ളാൻ, കരുണയുടെ കരങ്ങൾ നീട്ടാൻ ചൂരൽമല സെയിൻറ്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിനും ഇടവക കൂട്ടായ്മയ്ക്കും സാധിക്കട്ടെ.